उसको मुंह से निकालना चाह रहे हैं। हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। मैं महादेव। तो दोस्तों, आज हम देखने वाले हैं रामजी राव स्पीकिंग फिल्म को, जो कि 1989 में रिलीज हुई थी। इस फिल्म में लीड रोल में हैं साई कुमार, मुकेश, इनोसेंट, विजया राघवन एंड देवन। और दोस्तों, इस फिल्म को डायरेक्ट किया है सिद्दीकी लाल ने, और उन्होंने इस फिल्म को लिखा भी है। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच रामजी राव। आग लगा रहा हिंदुस्तान केमिकल्स। अच्छा, कंपनी शायद ये। अच्छा जॉब मिल जाए। क्या कर रहा है? पूरा बैग वूग लेके जा रखा। रुपए दिए नहीं ना। ऑफिस के बाहर ना बोल रहा। मुझे लगा इस कंपनी की स्टार्टिंग हो रही है। जॉब जाने के लिए पहले नारियल फोड़ रहा। ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. अच्छा, इसके पापा की डेथ हो गई थी, तब उसको मिली जॉब। അവിടെയാ? ഓ, इतने बैग ला रखा साथ। ഇവിടെ അല്ല, ദാ അവിടെ ചെന്ന് പറ. हैं? वो पता को तो नहीं होता गार्ड में ऐसे। എന്താ हैं? ഞാൻ പറഞ്ഞു, ഞാനിവിടെ പുതിയ ആളാ, അവിടെ ചെന്ന് പറ. एक दूसरे के पास भेज रहे। ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. അറിയോ, 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ. എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ये शायद वहाँ ये का सर main- बॉस। वो पता नहीं किस किस को पूछ रहा था। सब एक दूसरे के पास भेज रहे। कोई सही बता ही जाता है। ആർക്കാ അവിടെ ജോലി ഉണ്ടായിരുന്നത്? അച്ഛന്. എന്താ പേര്? ബാലകൃഷ്ണൻ. മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർ. डेथ सर्टिफिकेट दिख रहा। അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛനെ പറഞ്ഞു. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ. മരണത്തിലുണ്ടോടോ സീനിയോറിറ്റി? ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ ഒക്കൂ. അയ്യോ സാറേ, ചതിക്കല്ലേ. നാട്ടില് ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദേ, ഇതൊക്കെ കണ്ടോ? സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരുക. वो खुद को से कर देगा वो। എല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം. മതി. പിന്നെ തന്റെ ഭാഗ്യം. മതി സാർ. സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. പൊയ്ക്കോട്ടെ സാർ. हेड ऑफिस को भेजेंगे वो। मार्केट में चला गया, कपड़े लेने गया। संडे मार्केट। उसे टकरा गया। സോറി. സോറി റൈറ്റ്. बियर ऑफ कहीं उसने उसका पर्स चुरा लिया। पर्स चुरा लिया। ओ बैंक सही में तुरंत देख लिया। भाग रहा है वो। पता नहीं उसने चोरी किया कि नहीं किया। उसके बदले में है। उसके जेब से मिल जाता है जो उसका पर्स। उसी के पास है क्या? उसी के पास तो था। हाँ, देख। नहीं, पता नहीं क्या पता उसी का बटवा हो।
उसके भाग गया। उसी का था तभी तो उसने। अरे उसका नहीं था, उसका नहीं था वो। उसका तो पीछे वाले जेल में था। अच्छा गलती होगी बहुत। उसने फालतू में उसको बटवा निकाल दिया। पुलिस लेके आ गया। पुलिस ले जाइए। ओ बे दे पर्स। फाजिल प्रेजेंट्स रूम ऑन रेंट। സ്പീക്കിംഗ്. ഉറുമി സ്തംഭാൻ? ഏത് ഉറുമി സ്തംഭാൻ? ഇത് ഉറുമി സ്തംഭാന്റെ വീടല്ല. ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി. ഉറുമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല. ഹലോ, ഉറുമി സ്തംഭാനോ? കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. 10 മിനിറ്റ് ആയിട്ടുണ്ടോ? ഉറുമി സ്തംഭാൻ എന്താ സംശയം ഉണ്ടാ? എന്തേ? മത്തായിച്ചിട്ട് ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല. പറയണ്ടേ? ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് 3ാമത്തെ ആളാ താൻ. ഞാൻ വേണേ കാഴ്ചകളവ് തരാം. ഉഗ്രൻ സാധനമാണ്. കാഴ്ചകളോ? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, എനിക്ക് ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. ആ, എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പളശ്ശേരി. ചെറുപ്പളശ്ശേരി ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട. कुरियन ने भेजा सर। അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? उसे जानता है ये മത്തായി कुरियन ചേട്ടൻ ने। നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷം उसकी तारीफ करने लगे। खुश हो गया। അല്ല, പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ ഉണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തായി ചേട്ടൻ ഒരു സമാധാനക്കേടും ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം. പക്ഷെ 30 रुपए महीने का है। വേണം, ഞാൻ എടുത്തോളാം. പണ്ട് നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കല്ലേ? ഇല്ല. ये बैंकर पूरा रूम मस्त व्यस्त हो रखा है। सामान रखा उसमें। അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ. ഒന്നും നശിപ്പിക്കരുത്. इसके ड्रामा का सामान है। അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു കോഴി ഇവിടത്തെ അല്ല, അയൽവക്കത്തെ. മുട്ടയിടാൻ ഇവിടെ വരും. ആ, അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ആ, ദാ, ഉള്ളൂ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, ഏ, കോരി കുളിച്ചാ മതി. ആ. ഇതാണ് കക്കു. ओ वहाँ कोई है। गाना गाना पड़ेगा। കൊളുത്തില്ല. कुंडी नहीं है। കൊളുത്തില്ലെന്ന്. हेरा फेरी में तो ऐसे ये ही हेरा होता फेरी का वो तो हाँ, नहीं बस है। अंदर हेरा फेरी तो नहीं, इसमें बिना बस- रीमेक। मेरे हेरा फेरी का रीमेक है ये। हेरा फेरी का रीमेक नहीं, हेरा फेरी इसका रीमेक हो गया। हाँ। हेरा फेरी तो बाद में आई थी ना। हेरा फेरी इसका रीमेक है। इसी का रीमेक हेरा फेरी। उसमें भी ऐसे होता है। अक्षय कुमार रहता ना। उसमें अक्षय कुमार रहता है और सुनील शेट्टी रहता है दूसरे ग्रुप में। അതിലൊരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും 7 പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്ന अब देख लेगा देखिएगा उससे। इसने मारा था मेरा बटुआ। अब छोड़ेगा नहीं इसको ये। മത്തായി ചേട്ടാ, ഇവൻ ആള് തെറ്റിയതാ. മിണ്ടരുത്. ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. കേറാ. അത് മത്തായി ചേട്ടൻ പറയട്ടെ. മത്തായി ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ളൂ. അത് इसमें वैसे ही अल्लाह ने करते हैं, उनको तो उसका साउंड बाहर फेंकता है। മത്തായി ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് खुश हो रहा।
ओ उसको ഏതെങ്കിലും സാമാൻ പാവം താഴത്തേക്ക് പിടിച്ചു വച്ചായിരിക്കും. കള്ളൻ അവന്റെ ഒരു സഞ്ചി ഇറങ്ങിപ്പോടാ. അവിടെ എന്താ നിന്റെ പേര്? മത്തായിച്ചാ. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നല്ലോ. हाँ उसमें वैसे नहीं बोलता है। वहाँ भी ये किराए पे तो रहता है। ഇവിടെ താമസിച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്ന പ്രശ്നമില്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്ന മത്തായിച്ചാ എന്താ ഇത്ര നിർബന്ധം? ഓശാർക്കൊന്നുമല്ലല്ലോ, കാശ് എന്നിട്ടല്ലേ? 2 साल से रेंट नहीं दिया। ओहो ഞാൻ പോവാ. जा भी नहीं सकते कहीं और। ഡാ. अंदर रख दे सामान। അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് पर उसमें वो नहीं मंगाता, उससे दारू मंगाता है। चाहे खंबा ले गया, खंबा दारू നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? वाला सीन नहीं है। മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സിലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പി. ഓ നാളെ എന്താ ആഴ്ചയാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കി. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം. खाना बना बता रहा हूँ। अब ये पहले घुस जाएगा वहाँ जैसे से जाने का टाइम होगा। ചെക്ക് करने के लिए മത്തായിച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. पानी डालेगा उसमें। गुस्से में इसके पीछे पड़ जाएगा वो। ओ नारियल दिख रहा है। പിന്നെ ഞാൻ वैसे लगता है। अब ये मारेगा ശരിയാക്കാൻ പറ്റില്ല. പിടിച്ചു നിർത്തട്ടാ. डंडा लेके। മത്തായിച്ചേട്ടാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ വന്ന് തടി. इसमें लग दिखा रहा है ശരിയാക്കാൻ പറ്റില്ല. गैराज में होती है लड़ाई है। अब दिल्ली की പിന്നെ खुश हो गए। अब उसकी धोती निकल गई। ये सीन तो उसमें होता है यार। हैं? फिर हेरा फेरी में ना, ये हेरा फेरी में, हेरा फेरी में भी है। फिर हेरा फेरी में भी है। अच्छा। दोनों में ही है ऐसा सीन। മുണ്ട് अब देख लिया। പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ. ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? उसमें नहीं थी, उसमें तब्बू रहती है इस रोल में, इस लड़की के रोल में। കണ്ട ഏയ് കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലെന്നേ, കണ്ടില്ലേ? അതവന്റെ പെങ്ങ. वो बोलती है मुझे चाहिए जॉब ना। हाँ കേട്ടിട്ട് ये होती है ना दूसरी कैंडिडेट। ആരാ മനസ്സിലായില്ല? എന്താ ഇതൊക്കെ? ഹേയ് അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബ ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ്.
മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്കാ. अच्छा 30 मिनट पहले मरा ये इसके पापा। इसके पापा 30 मिनट बाद मरा। ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. തെളിവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതി നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. നോട്ടക്ഷൻ ലെറ്റർ? അതെ. മനസ്സില്ല. ശരി. नो ऑब्जेक्शन लेटर चाहती थी इससे। ഇവിടെ എന്നല്ല, എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ചാൽ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും. കണ്ടോ? वो सुन लेगा इसका दोस्त, दूसरा जो है उसका पेट गुड़गुड़ होने गया। हाँ अभी जाएगा उसके पास। ഹലോ, ഒന്ന് നിന്നേ. പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. ശിവശങ്കര പണിക്കരുടെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം. അതിന് ബാലകൃഷ്ണന് ഒരു ലെറ്റർ വേണം. അത്രയല്ലേ ഉള്ളൂ. अब ये करवाएगा उसके साइन। എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന വരുമ്പം കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. क्या तो बेटा अमीर आदमी है। അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. താൻ ധൈര്യമായിട്ട് പോണം. അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ. ഈ ജോലി തനിക്ക് തന്നെ. ധൈര്യമായിട്ട്. उसमें तो एक कागज भी मांगता है शायद उसमें। क्या कराने साइन है ना? खाली कागज में करवाता ना साइन इसके, नहीं करवाता उसमें। अच्छा, हेरा फेरी में वो हाँ तब बाद में उसमें लिख देती है बस, तब ऑफिस में दे देती है। अब इसको भड़काया गया ये। അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളല്ലേ ജാതകത്തിലുണ്ട് ഞാനൊരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകം കൊല്ലുന്നു? മിണ്ടാതിരിക്കടാ. ब्लैंक पेपर पे साइन करेगा। താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വളരെ കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ടുതരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ന് പറഞ്ഞു. देखो അപ്പൊ പ്രശ്നം തീർന്നില്ലേ? कितना എന്റെ चालाक था। മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ साइन कर दिया उसने। കൃഷ്ണൻ ओ നിന്നെ ഒപ്പിടും. अब गाना सुना देगा। उसमें उसे गाना नहीं देता नहीं इसमें। പാട്ടോ ഒപ്പിടാ ഒപ്പിടാ. ദാ ഇവിടെ പരസ്പരം കുഴിക്കുന്ന കുഴികൾ. അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? उसमें भी रॉन्ग नंबर में आता था എന്റെ कॉल से ചെമ്മീൻ बाबूराव को नहीं കൊണ്ടുപോയി आता। പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. और मिस सम्मान। अच्छा वो आज इसके इस घर चला गया। वो यहाँ करना चाहता है कॉल हमेशा, कॉल वहाँ हो जाता है। എന്താ പിന്നെ ഉറുമീസ് തമ്മ സാറില്ലേ? സാറ് കിടപ്പാണല്ല. അത്യാവശ്യമായിട്ട് പുള്ളിയൊന്ന് കാണണം. വളരെ സീരിയസാ. സീരിയസ് ആണല്ലേ? എന്നാ അതേക്കിരി. അല്ല സാറേ, ആര് അതെന്നാ പറഞ്ഞത്? ആർക്കാ സീരിയസ്? സീരിയസോ? ആർക്ക്? എന്താടോ ഇത്? നിങ്ങളല്ലേ ഞാനീ പാതിരാത്രിക്കാണ് വന്നത്. ഫോൺ ചെയ്തിട്ടോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. तो दोस्त അയ്യോ. बोला था അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ വേണ്ടു? ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. താൻ പേപ്പർ കൊണ്ടിട്ടില്ല, ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഹലോ, ഉർവശി തിയേറ്റേഴ്സ്, മത്തായി ചേട്ടനുണ്ടോ അവിടെ? മത്തായി മത്തായി. और उसे थिएटर का इधर जाता है जो वहाँ कॉम करना चाहेगा। इसका नाम भी बताइए। ഹലോ, മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ പറയട്ടെ? കാട്ടുകുതിര നല്ല ഓട്ടോ അല്ലേ? 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ചയാണല്ല. ഹലോ, എന്തിനാണ്? ഒരു കളി തരായിരുന്നു സാറേ. ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോടോ.
उसमें तो नहीं था ऐसा ना, किसी और को दिखाया जाता था उसने उनके अलावा। नहीं अरेंडी था जिसकी पोती किडनैप करता है, हाँ वो पर इसमें इसकी बेटी है हाँ खजाने की, तो इसकी बेटी को करेगा गुंडा किडनैप ना। उसमें वो दूसरा आदमी जो रहता है उसकी पोती रहती है और उसकी पोती को कटते हैं वो गुंडे किडनैप, तो वही रूल हुआ शायद। जॉब के लिए जा रहा हूँ, अब वहाँ जाएगा वो बोलेंगे कि आपने तो साइन किया हुआ है हाँ कि आपको ये जॉब नहीं चाहिए। वही बटवारी लड्डू। ബാങ്കിലെ പ്രതീക്ഷയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ആ അതിനു മുമ്പേ പണം അയച്ചോളാം നീ. तो जो काम कर रही है। इसको भी पता है इस लड़की को ना। अरे तो ये सोच रही है ना हमने अपने मन ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലേ? ആ. സാർ ലഡ്ഡു എന്തോ തന്നെ ലഡ്ഡു റാണി സാർ ജോയിൻ ചെയ്തതിന്റെ ലഡ്ഡു ഒന്ന് കൂടെ ഓർന്നു. നീ അപ്പൊ മധുരം കൊടുത്ത उसे भी पता है उस लड़की को नहीं धोखे से ले रखा തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? उसने ये बोला था ना कि वो मेरा दोस्त है, मैं उसे बोलूंगा तो कर देगा साइन। കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ എന്നല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ अब दिखा रहा सो पेपर। ില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? अब आ रहा उसे याद जब उस दिन मैंने साइन किए थे। പാടുന്നത് ഒപ്പിടാ. अच्छा लगता ഇത് है ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും खाने എന്റേതല്ല. का ഇത് उस ചതിയാണ്. कागज पे, उसमें नहीं खाता वो मेरे में। ഞാൻ തരില്ല. ദേ ആദ്യം ഇങ്ങോട്ട് തരണം. हाँ जब उसको पेपर छीन तो ഒന്നും പറയണ്ട. തെളിവല്ലേ? എന്നാ തെളിവ് ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്ക്. सीधा मुंह में डाल दिया मैं। अबे बे बे देखो जैसे छीनने वाले थे उसने मुंह में डाल दिया, उसको मुंह से निकालना चाह रहे हैं। ഞാൻ പറയണതൊന്നും വേണ്ട, കേട്ടോ. ഒന്നും പറയണ്ട. എന്നാ അവിടെ നിൽക്കൂ. ഈ നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ പട്ടിയെ എന്റെ അമ്മ എന്നെ കൊല്ലാൻ वो बैग നീ എങ്ങനെ രക്ഷപ്പെടും? बे खाने चले से ओ वो पुरानी खराब उसने दी उसमें से था। എന്താ എന്താ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തു. ഇവൻ ഈ തെണ്ടി ബാലകൃഷ്ണൻ, നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? പിന്നെ പറയും. കാണിച്ചു തരാനാ? കാണിച്ചു തരാൻ ഞാൻ ഒരു ഒറ്റ ഇടിയ വെച്ചുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. अब मारेगा उसे थप्पड़। ഇത് എന്റെ ഒരു നമ്പർ. തെണ്ടി അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിച്ചു.